നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്തു പറയുന്നു? പള്ളികളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, പള്ളികളിലേക്ക് ആളുകൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പള്ളികളിലേക്ക് വരുന്ന ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അല്ലാഹു തആല ചോദിക്കും. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. പള്ളികളിൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വരുന്ന ആളുകളെ തടയുന്നവനേക്കാൾ അക്രമിയാരുണ്ട്? ഇതിൽ പെണ്ണുങ്ങളെ, ഈ വിഷയത്തിൽ പെണ്ണുങ്ങളെയും പള്ളിയിലേക്ക് തടയൽ ഈ തടുക്കലിൽ പെടുമെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളെ പള്ളിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പെണ്ണ് പോയാൽ പുണ്യമുണ്ടോ? പോകൽ പുണ്യമുണ്ടോ? പോകുന്നത് അനുവദനീയമാണോ? അതേ ഇവിടെ തർക്കമുള്ളൂ. ഹറാമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, പലിശ പോലെ നിഷിദ്ധമായ ഹറാമായ ഏർപ്പാടാണ് പെണ്ണ് ജുമാഅത്തും ജമാഅത്തിനും പോകലെന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമർത്ഥിക്കേണ്ടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, സ്വഹാബത്ത് വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, നിങ്ങൾ തടയരുത് ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളെ, അള്ളാഹുവിന്റെ അടിയാസികളെ നിങ്ങൾ തടയരുത്. മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ പ്രവാചകൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു, ലാ തംനഉ നിസാഅ മിനൽ ഖുറൂജി ഇലൽ മസ്ജിദി, നിങ്ങൾ സ്ത്രീകളെ തടയരുത്, മിനൽ ഖുറൂജി, അവർ പുറപ്പെടുന്നതിൽ നിന്നും, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഈ ഹദീസും ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതാണ്. മൂന്നാമത്തെ ഒരു ഹദീസ് കൂടെ കൽപ്പിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, ഇദസ്തഅദനത് ഇംറഅതു അഹദികും ഇലൽ മസ്ജിദി ഫലാ യംനഅഹാ, നിങ്ങളിൽ ഒരാളുടെ ഭാര്യ ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹാ, നിങ്ങൾ അവളെ തടയരുത്. ഇതും റസൂലുള്ളാഹി പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നു. ഈ അർത്ഥത്തിലും ഈ ആശയത്തിലുമുള്ള അനവധി ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോ എന്താ പറയാന്നറിയോ? അതൊക്കെ പെണ്ണുങ്ങൾ ഞാൻ മുസ്ലിയാരടുത്ത് പോയിട്ട് കുട്ടിക്കൊന്ന് പേരിടാം, മൊയ്ലിയാരൊന്ന് പള്ളിയിൽ പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് തടുക്കരുതെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മസല ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തടയരുതെന്നാ പറയുന്നത്. അല്ലെങ്കിൽ പിഞ്ഞാണ എഴുതാൻ പോകുമ്പോൾ തടയരുതെന്നാ പറയുന്നത്. അല്ലെങ്കിൽ നൂലൂതാൻ പോകുമ്പോൾ അതിന് തടുക്കരുതെന്നാ പറയുന്നത് എന്ന് ചില ആളുകൾ, പാവങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എങ്കിൽ എന്തിനു വേണ്ടി പോകുമ്പോഴാണ് തടുക്കരുത് എന്ന് പറയുന്നത് എന്ന് പ്രവാചക തിരുമേനിയുടെ മറ്റൊരു ഹദീസ് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു ഹദീസിൽ വിശദമായി തന്നെ, ലാ തംനഉ ഇമാ അല്ലാഹ് അൻ യുസല്ലീന ഫിൽ മസ്ജിദി, നിങ്ങൾ അല്ലാഹുവിന്റെ അടിയാസികളെ തടയരുത്. അൻ യുസല്ലീന, അവർ നിസ്കരിക്കുന്നതിൽ നിന്ന് തടയരുത്. ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് തടയരുത്. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണിതെല്ലാം. ഈ ഹദീസൊക്കെ എവിടെ ഉദ്ധരിക്കുന്നത്? പെണ്ണ് നൂലൂരിക്കാൻ പോകുന്ന അധ്യായത്തിലല്ല, ഫത്വ ചോദിക്കാൻ പോകുന്ന കിതാബുൽ ഇൽമ്, വിജ്ഞാനത്തിന്റെ അധ്യായത്തിലല്ല. എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസുകൾ പറയുന്നത് ഏത് അധ്യായത്തിലാണെന്നറിയാമോ? കിതാബുസ് സ്വലാ, നിസ്കാരത്തിന്റെ അധ്യായം. അപ്പൊ നിസ്കരിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയരുത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ ഈ ഹദീസുകൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തത്? പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടുക്കരുത് എന്ന് പറഞ്ഞപ്പോ പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം ലി അജ്രി സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ, ലി സ്വലാത്തി ഫീഹി, പള്ളിയിലുള്ള നിസ്കാരത്തിന് പോകുമ്പോൾ, ലിൽ ഇബാദത്തി, പള്ളിയിലെ മറ്റ് ആരാധനകൾക്ക് പോകുമ്പോൾ, ലി അജ്രിൽ ഇബാദത്തി, മറ്റ് ആരാധനകൾക്ക് എന്തിനു പോവുകയാണെങ്കിലും പെണ്ണിനെ തടുക്കരുത്. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ 25 ഇരട്ടിയെന്നും അതല്ല 27 ഇരട്ടിയെന്നും ഹദീസുകളിൽ കാണാം. ആ ഒരൊറ്റ ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണെന്നും സ്ത്രീകൾ അങ്ങനെ പോയാൽ അവർക്ക് കൂലി കിട്ടില്ല എന്ന് നബി തിരുമേനി എവിടെയും പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി നോക്കൂ, പ്രവാചകന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയോ? ചില ആളുകൾ വെല്ലുവിളിക്കാറുണ്ട്, റസൂലുള്ളാഹിയുടെ കാലത്ത് പോയതായി നിങ്ങൾക്ക് തെളിയിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നബിന്റെ കാലത്ത് പോയെങ്കിൽ അത് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ്, ശേഷം പോയതായി തെളിയിക്കാമോ? എല്ലാത്തിനും നമ്മുടെ അടുത്ത് ഒരുപാട് സാമ്പിളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ സ്ത്രീകൾ ഫർള് നമസ്കാരത്തിന് വേണ്ടി വന്ന ചില ഹദീസുകളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം, ഖാലത്
കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ ഭാര്യ പറയുന്നു, കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, സ്വഹാബ പെണ്ണുങ്ങൾ, വഹാബികൾ എന്നല്ല, കേരളത്തിലെ ഇടവണ്ണക്കാരികൾ എന്നല്ല, കുന്ന നിസാഉൽ മുഅ്മിനാത്തി. എന്തുമാത്രം, ഞാനിത് ഇത്ര വിശദീകരിച്ച് പറയുന്നത്, എന്തുമാത്രം പരിഹാസങ്ങളും കുത്തുവാക്കുകളും അശ്ലീല പദപ്രയോഗങ്ങളുമാണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചതിന്റെ പേരിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സുബഹി നിസ്കരിക്കാൻ വേണ്ടി നബിയോടൊപ്പം പള്ളിയിൽ ഹാജരാകാറുണ്ടായിരുന്നു. മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന, അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായുള്ള നിയമങ്ങൾ പാലിക്കണം എന്ന നിയമം ഇറങ്ങിയതിന്റെ ശേഷം തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ പർദാ സമ്പ്രദായം അണിഞ്ഞുകൊണ്ട് സ്ത്രീകൾ നബിയോടൊപ്പം സുബഹി നിസ്കരിക്കാൻ വരെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. സുമ്മയം തലിബിന ഇലാ ബുയൂതിഹിന്ന, പിന്നീട് ആ സ്ത്രീകൾ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഹീന യഖ്ദീന സ്വലാ, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, അവർ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പോകുന്ന പെണ്ണ് ആരാണെന്ന് മനസ്സിലാകാത്തത്ര കൂരിട്ടുള്ള സമയത്ത് വരെ സഹാബ വനിതകൾ നബിയോടൊപ്പം സുബഹി നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകന്റെ പള്ളിയിൽ വരാറുണ്ടായിരുന്നുവെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. ഈ കിതാബ് ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് വാദിക്കുന്ന ആളുകളും അംഗീകരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് നിവർത്തി വായിക്കുന്നത്. ഈ ഹദീസ് കൊണ്ട് സ്ത്രീകൾക്ക് ആദ്യകാലത്താണ്, പിന്നീട് അനുവദനീയല്ല, അതൊക്കെ നബി പിന്നീട് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. എന്നാൽ പ്രവാചകന്റെയും സഹാബത്തിന്റെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ ഹദീസിന് വിശദീകരണം എഴുതിയപ്പോ നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ഹദീസ് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നു, വഫിൽ ഹദീസി ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി. വഫിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കരിക്കാൻ ഫി അവ്വലിൽ വഖ്തി, സുബ്ഹിയുടെ ആദ്യ സമയം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്താ കാരണം? പെണ്ണുങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പോലും പെണ്ണാരാണിത്, ഫാത്തിമയാണോ സൈനബാണോ എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. അത്രമാത്രം ഇരുട്ടുള്ള സമയത്താ നിസ്കാരം കഴിഞ്ഞു പോരുന്നത് തന്നെ. അപ്പോ വെളിച്ചോടിയിട്ട് സുബഹി നിസ്കരിച്ചാൽ പോരാ, ഏറ്റവും പുണ്യമാശിക്കുന്നവർ സുബഹി അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം എന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. രണ്ടാമതായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് വജവാസു ഖുറൂജിൻ നിസാഇ, പെണ്ണുങ്ങൾക്ക് പുറപ്പെടൽ അനുവദനീയമാണ്. ഇലൽ മസാജിദി, പള്ളികളിലേക്ക്. എന്തിനു വേണ്ടി? നൂലൂരിക്കാനല്ല, മന്ത്രിക്കാനല്ല, പിഞ്ഞാണം എഴുതാനല്ല, ലിശുഹൂദി സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാൻ. എപ്പോൾ? ഫിൽ ലൈലി, രാത്രിയിൽ വരെ പങ്കെടുക്കാം. വയുഖദു മിൻഹു, ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് രാത്രിയിൽ മാത്രമേ പറ്റുള്ളൂ, പകലിലും ആവാം. വയുഖദു മിൻഹു, ഇതേ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജവാസുഹു ഫിൻ നഹാരി, പകൽ സമയത്തും പെണ്ണിന് പോകൽ അനുവദനീയമാണ്. മിൻ ബാബിൻ ഔല, ഇതിൽ നിന്ന് ഏറ്റവും രാത്രി പോകാമെങ്കിൽ പിന്നെ പകല് പോകാമെന്നുള്ളതിൽ പ്രശ്നമില്ല. എന്താ കാരണം? അന്നൽ ലൈല, രാത്രിയാണല്ലോ മളിന്നത്തുരീപത്തി അക്സറ മിനൻ നഹാർ, പകലിനേക്കാൾ ഫിത്നയും ഫസാദും കുഴപ്പവും കൊള്ളക്കാരും തട്ടിപ്പറിക്കാരും ബലാത്സംഗക്കാരും ഒക്കെ ഉണ്ടാകാൻ ഏറ്റവും സാധ്യത വെളിച്ചമില്ലാത്ത ഇരുട്ടുള്ള സമയത്താണല്ലോ. ആ സമയത്ത് വരെ ഇവർക്ക് പോകൽ അനുവദനീയമെങ്കിൽ പകൽ സമയത്ത് പോകാൻ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. മഹല്ലു ദാലിക ഇദാലം യഖ്ശ അലൈഹിന്ന ഉബിഹിന്ന ഫിത്ന, അവർ പുറപ്പെടുന്നത് കൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ ഒരു നാശവും ഫിത്നയും ഇല്ലെങ്കിൽ ഇത് അനുവദനീയം തന്നെയാണ് എന്നാണ് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ വിശദീകരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഇമാം നവവി, ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. രണ്ടാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ശറഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം. സഹീഹ് മുസ്ലിം, മുസ്ലിം ലോകത്ത് ബുഖാരി കഴിച്ചാൽ പിന്നെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സഹീഹ് മുസ്ലിം.
ആ മുസ്ലിമിന് ഇമാം നവവി എഴുതിയിട്ടുള്ള ഷറഹാണ് ഷറഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലും നേരത്തെ പറഞ്ഞ ഇതേ ഹദീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും അദ്ദേഹം പറയുന്നത്, അദ്ദേഹവും മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ? വഫീഹാ, ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ജവാസു ഹുദൂരിൻ നിസാഇ, സ്ത്രീകൾ ഹാജരാകൽ അനുവദനീയമാണ്. എന്തിന്? അൽ ജമാഅത്ത, ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ. ഫിൽ മസ്ജിദി, പള്ളിയിൽ ജമാഅത്തിന് പെണ്ണ് പങ്കെടുക്കൽ അനുവദനീയമാണ്. നാശങ്ങളും കുഴപ്പങ്ങളും അതുകൊണ്ട് പ്രത്യേകം ഭയപ്പെടുന്നില്ലെങ്കിൽ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആദ്യകാലത്ത് പോയിരുന്നു. പിന്നെ നബി കള്ള് ഹറാമാക്കിയതുപോലെ ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ ഇബ്നു ഹജറുൽ അസ്ഖലാനിക്കും ഇമാം നവവിക്കും എന്തേ ഈ ഹദീസ് മനസ്സിലായില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അവരാരും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയില്ല പെണ്ണിന് പോകൽ ഹറാമാണെന്ന്. അവരൊക്കെയും പറഞ്ഞത് പ്രത്യേകിച്ച് നാശവും ഫിത്നയും ഫസാദുമൊന്നും അവർ മുഖേന ഉണ്ടാവില്ലെങ്കിൽ പോകൽ അനുവദനീയം തന്നെയാണ് എന്നാണ്. അതേ നമ്മളും പറയുന്നുള്ളൂ. പെണ്ണിന് പോകാം, പോയാൽ കൂലിയുണ്ട്, പോകൽ അനുവദനീയമാണ്, പോകൽ നിർബന്ധമില്ല, ഹറാമാണെന്ന് പറയാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ല എന്ന്.